ബിഗ് ബോസ് സീസൺ 7-ൽ രാവിലെ തന്നെ അനീഷ് ബിഗ് ബോസിനോട് മനസ്സ് തുറന്ന് കുറേ കാര്യങ്ങൾ പറയുകയാണ്. എല്ലാവരും ഉണരുന്നതിന് മുമ്പ് തന്നെ വെളുപ്പിനെ തന്നെ അനീഷ് ഉണർന്നിട്ട് ഗാർഡൻ ഏരിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് ബിഗ് ബോസിനോട് ഈ കാര്യങ്ങൾ പറയുന്നത്. അത് ബിഗ് ബോസ് ഞാൻ ഇത്ര കർക്കശക്കാരനായതും ഞാൻ ആരോടും അധികം സഹകരണമില്ലാത്തതും എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു അനിയനുണ്ട്. അവൻ എന്നെക്കാട്ടിലും 7 വയസ്സിന് ഇളയതാണ്. അവൻ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ അവനെ വിലക്കിയിരുന്നു. അങ്ങനെ അവനെ ശാസിച്ച് ഞാൻ ഒരു കർക്കശക്കാരനെ പോലെ ആയിപ്പോയി. പിന്നെ ഞാൻ ജോലി വന്നപ്പോഴും ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് അവിടെയും നിന്നിരുന്നത്. പിന്നീട് എനിക്ക് ഒരു ആരോടും വലിയ അടുപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. ആര് എൻ്റെ അടുത്ത് സഹകരിക്കാൻ വന്നാലും ഞാൻ അവരെ ഒരു കൈജാൻ അകലത്തിലാണ് നിർത്തിയിരുന്നത്. കാരണം അവരെന്തുദ്ദേശത്തിലാണ് നമ്മളോട് വരുന്നതെന്നും സ്നേഹം നടിച്ച് നമ്മളെ പറ്റിക്കാനാണോ എന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആരോടും വലിയ സഹകരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലൈഫ് കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് ജീവിക്കേണ്ടതായിരുന്നെന്ന് തോന്നുന്നത്. ഈ ഹൗസിൽ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചു. കാരണം ഫുഡ് വേസ്റ്റ് ആക്കരുതെന്നും അല്പ ഫുഡ് കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്നും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എൻജോയ് ചെയ്യണമെന്നും എപ്പോഴും ഹാപ്പിനെസ് ആവണമെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഈ ഹൗസിൽ വന്നിട്ടാണ് പഠിച്ചത്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ഇനി ആസ്വദിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു. ബിഗ് ബോസ് എനിക്ക് അതിന് വഴി തെളിച്ച് തന്നത് ബിഗ് ബോസ് എന്ന ഈ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് എന്നൊക്കെ രാവിലെ അനീഷ് ഗാർഡൻ ഏരിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ബിഗ് ബോസിനോട് പറയുകയാണ്. ആരും ഉണർന്നിട്ടില്ല. അനീഷ് മാത്രമാണ് വെളുപ്പാങ്കാലത്തെ എണീറ്റ് ഗാർഡൻ ഏരിയയിൽ വന്നിട്ട് ബിഗ് ബോസിനോട് ഇങ്ങനെ മനസ്സ് തുറക്കുന്നത്. ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്ടും കാണാം.